തലവഴി മുണ്ടിട്ട് കടകിന്ന് വടഭാങ്ങി മറപ്പറ്റി പൊന്നുമ്പി ഉറഞ്ഞെന്ന് ചപ്പിക്കറി കണ്ണെഴുതി പൊട്ടുന്നിട്ട് പൊട്ടിനിട്ട് പട്ടം കുത്തി കാഞ്ചപുരം വെട്ടുപറ്റി പൊട്ടിട്ട് താറടിച്ച്. മാർച്ച് 5-ാം തീയതി മണിച്ചേട്ടൻ്റെ വിയോഗം സംഭവിക്കുന്നു. 6-ാം തീയതി സംസ്കരിക്കുന്നു. അതിനുശേഷം വന്നൊരു ആർട്ടിസ്റ്റേ അല്ല ഞാൻ. ഇവിടെ മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നത് എന്തോ വലിയ കുറ്റകൃത്യം എന്നുള്ള രീതിയിലാണ് ചില വിഭാഗത്തിലുള്ള ആൾക്കാർ കാണുന്നത്. നീ രാമനും രാക്ഷസനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്കേ. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഫ്രണ്ടായ അജിൻ ബ്രോ ഫോണിൽ വിളിച്ചിട്ട് നമ്മള് എങ്ങനൊക്കെ വേഷം കെട്ടി ആട്ടം ആടി പാട്ട് പാടിയാലും കലാപവും മണിച്ചേട്ടന് പകരം വെക്കാൻ ആർക്കും പറ്റില്ല. തങ്കം മണ്ണക്കില്ല തവളക്കി പല്ലില്ല തക്കല മൂസക്ക് 2 പല്ല് ഉറുക്കിത്തിട്ടില്ല ഉപ്പും മുള്ളക്കില്ല ഉലകിലെ മായങ്ങൾ കറ്റമില്ല. ഉത്രാടത്തിൽ വന്ന പത്രടം കാരണം ഇക്കൊല്ലം പെരുന്നാള് വൈകി വന്നേ. ഉണ്ണിക്ക് പമ്പരം ചോദിച്ചോനുത്തരം മിത്തക്ക് നല്ലൊരു പദസരം. സാമ്പ്രാണി ചേർത്താലും പാലി നനച്ചാലും ഉള്ളിതൻ ഗന്ധം കുറയില്ല. കണ്ടത്തിൽ കിടക്കണ മുണ്ടത്തി പല്ലിന്റെ മൂക്കത്ത് മുന്നഴി നെയ്കണ്ടേ. പാലിനെ കഴിപ്പില്ല പഴഞ്ചൊല്ലി പതിരില്ല പച്ചില പമ്പിന് പത്തിയില്ല. കുതിരയ്ക്ക് കൊമ്പില്ല മുതലയ്ക്ക് മധുരല്ല കൊക്ക് കാണാത്ത കുളങ്ങളില്ല. ചക്കിക്ക് ചങ്കാരൻ ചക്കിന് കൊപ്പര കൂട്ടം കലിക്കൊക്കെ കൂനൻ ചെമ്മീൻ. വിദ്വാന് ബിംബില്ല വിദ്യ കേടാവില്ല വീണെങ്കിൽ മിട്ടതരാഗമില്ല. പപ്പടം കാക്കില്ല ചൂടില്ല തീയില്ല ചുക്കിച്ച രത്ത കഷായമില്ല. പ്ലാവിന് മുള്ളില്ല പാലക്ക് ഉറപ്പില്ല പച്ചമീൻ തിന്നത്ത പൂച്ചയില്ല. മൂക്കില്ല കിടന്നില്ല മുകിലില്ല മഴയില്ല മൂക്കത്തെ കക്കി മരങ്ങളില്ല. കസ്തൂരി മഞ്ഞൾ കറിക്ക് വേണ്ട ചെറുമുതലക്ക് നിന്നൻ പഠിപ്പു വേണ്ട. കൊക്കി നടപ്പില്ല തെങ്ങ് ചതിക്കില്ല തീയൽ കുരുത്തത് പാടിയില്ല. മുല്ലയ്ക്ക് തേനില്ല മുറിക്കിന് പഴമില്ല മുറ്റത്തെ ചപ്പിനടപ്പുമില്ല. ഞായർ തന്നതോ തിങ്കൾ തന്നതോ ഞാൽപ്പൂ ഒന്നിനെ സ്വർണ്ണ നിറം. കൊല്ലത്ത് തീയട്ടം കണ്ണു തിരയട്ടം മടക്കല 10 വാക്കനാട്ടം. കല്ലായിക്കായലിൽ കർക്കിടകം വന്ന നാലുകൾ പെണ്ണിന് നല്ലൊരട്ടം. മകരത്തിൽ മഴയില്ല മഞ്ഞിനും ചൂടില്ല മലയാളി പെണ്ണോന്നാൽ നല്ലതില്ല. വെള്ളിക്കും വെള്ളയ്ക്കും ഓരഴക് എന്റെ എണ്ണക്കറുപ്പിന് 100 അഴക്. സുമകരത്തിന് മലം ചെയ്യുന്നതിന് പൊണ്ണും കൂടത്തിന് പൊട്ടത്തിന്. ഇതെങ്ങനെ ഈ പഠിക്കുന്ന എഴുതി പഠിക്കുവാണോ? അല്ലെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസിന് മുമ്പ് ഹെഡ്സെറ്റിലും വെച്ച് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കേൾക്കും. ഇതുപോലെ എത്ര പാട്ടുകൾ കാണാപ്പാടമായിട്ട് അറിയാം? കുറെ ഉണ്ട്. തലവഴി മുണ്ടിട്ട് കടകിന്ന് വടഭങ്ങി മറപ്പറ്റി പമ്പമ്മി ഉറഞ്ഞെന്ന് ചപ്പിക്കറി. തലവഴി മുണ്ടിട്ട് കടകിന്ന് വടഭങ്ങി മറപ്പറ്റി പമ്പമ്മി ഉറഞ്ഞെന്ന് ചപ്പിക്കറി കണ്ണെഴുതി പൊട്ടുന്നിട്ട് പൊട്ടിനിട്ട് പട്ടം കുത്തി കാഞ്ചപുരം വെട്ടുപറ്റി പൊട്ടിട്ട് താറടിച്ച്. പട്ടം കറങ്ങി നടക്കണ കണ്ടോടാ പൂവാലന്മാര് കുറുങ്ങണ കണ്ടോടാ. പട്ടം കറങ്ങി നടക്കണ കണ്ടോടാ പൂവാലന്മാര് കുറുങ്ങണ കണ്ടോടാ. പെമ്പിള്ളേർ നോക്കി ചിരിക്കണ കണ്ടോടാ കല്യാണപ്പന്തലിൽ ഇപ്പണി പതിവാടാ. അയലത്തെ ചേട്ടന്റെ കോളേജിൽ പഠിക്കണ ഉമ്മയുടെ ചേച്ചിയുടെ കെട്ടിന് മുമ്പ് സഭി പോയി വീശിറങ്ങണ നന്നാണോ. സതിയൂണിന് മുമ്പേ വീശണ നന്നാണോ. കണ്ണെഴുതി പൊട്ടുന്നിട്ട് പൊട്ടിനിട്ട് പട്ടം കുത്തി കാഞ്ചപുരം വെട്ടുപറ്റി പൊട്ടിട്ട് താരടിച്ച്. അയലത്തെ ചേട്ടന്റെ കോളേജിൽ പഠിക്കണ ഉമ്മയുടെ ചേച്ചിയുടെ കെട്ടിന് മുമ്പ്. രഞ്ജു, ഇവിടെ ഇത് കേട്ടിട്ട് എനിക്ക് തുള്ളാൻ തോന്നിയെങ്കിലേ ഒരു ഗാനമേളക്കൊക്കെ എന്നാ അതിലങ്ങോട്ട് പാടി പോകും. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മണിച്ചേട്ടന്റെ അവസാനത്തെ പാട്ടെന്ന് പറയുന്നത് നേരെ പടിഞ്ഞാറ് സൂര്യൻ. അല്ല അത് 2008 ഇറങ്ങിയൊരു സോങ്. ഓക്കെ. അവസാന പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന പാട്ടിന്റെ കേസ് എൻ്റെ ഒരു ധാരണയിൽ ഒരു കവിതയാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. പിന്നെ ഒരു അവസാനത്തെ ചിങ്ങമാസത്തിലെ കണ്ണിമാങ്ങ എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്. അതാണ് ബിജു ചേട്ടന്റെ ഒരു ആൽബം ഉണ്ട്. ആ ആൽബത്തിനകത്താണ്. പക്ഷെ ഇപ്പം ഞാനിപ്പോ ഒരു സത്യം പറയാം, നമ്മളിപ്പോ മണിച്ചേട്ടൻ പാടി കേൾക്കാത്ത ഒത്തിരി ഗാനങ്ങളുണ്ട് വേറെ. മണിച്ചേട്ടൻ്റെ പാട്ട് നമ്മൾ കേൾക്കാത്ത ഒത്തിരി പാട്ടുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ 1-2 സാധനം തരാം. പാൽപൊയ്ക പോലെ നിറഞ്ഞു നിക്കണ വെൺമുകിലോരം അതിൽ വിരിഞ്ഞു നിക്കണ പൂനിലാവൊരു താമരപ്പൂ. ഇവൾക്കായിരം കളിത്തോഴരായി താരകം മെല്ലെ പൂത്തുവോ തൂവെൺമുകിലിൻ റാണിയായൊരു പൂമിഴിയാളെ. തൂവെൺമുകിലിൻ റാണിയായൊരു പൂമിഴിയാളെ. ഈ ഒരു പാട്ട്. അതുപോലെ തന്നെ അമ്പലമുറ്റത്ത് വച്ച് അന്നാദ്യം കണ്ടൊരു നാളിൽ നിന്നോടുള്ളൊരു ഇഷ്ടം ഞാനുള്ളിൽ കൊണ്ടു നടന്നു. ഈ പാട്ട്. പിന്നെ അതുപോലെ ഞാനും ഫസ്റ്റ് ടൈം ഈ പാട്ടുകളൊക്കെ അല്ലേ. കരളെ ഈ മുഖം മറക്കുവതെങ്ങനെ മലരെ നിൻമുഖം മറക്കരുതിങ്ങനെ. പൂമിഴിയാളെ നിന്നെ കൊതിച്ചിന്ന് വന്നിവൻ
പൂജിക്കാം നിന്നെ ഹൃദയത്തിൻ കോവിലിൽ. ഈ പാട്ട് ചാമ്പയ്ക്ക ചുണ്ടുള്ള പെണ്ണെ കാണാൻ എന്തൊരു, അങ്ങനെ നിരന്തരം ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് മണിച്ചേട്ടന്റെ ആരും അധികം കേൾക്കാത്ത സോങ്സുകൾ അത് നമ്മുടെ മുന്നിൽ, നമ്മുടെ ചാനലിന് മുന്നിൽ പറഞ്ഞതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ഒത്തിരി പാട്ടുകളുണ്ട്, നമ്മൾ ആസ്വദിക്കാത്ത അത്രയേ ഗാനങ്ങളുണ്ട്. രഞ്ജു, ഇപ്പം കലാമണി ചേട്ടന്റെ ഏറ്റവും മനസ്സിൽ തട്ടുന്ന കുറെ പാട്ടുകളുണ്ടല്ലോ, അതിൽ രഞ്ജുവിന് ഏറ്റവും ഫീലിംഗ് ആയുള്ള ഒരു പാട്ട് ഏതാന്ന് ചോദിച്ചാൽ രഞ്ജു ഇത് പറയും? എനിക്ക് നേരെ പടിഞ്ഞാറ് സൂര്യനാണോ? അല്ലല്ല, അതൊന്നല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയിട്ടുള്ളത് മുത്തങ്ങയിൽ മത്തു പിടിച്ചവർ ഒത്തു കളിച്ചേ ചത്തൊടുങ്ങി 10-15 പാവത്തമാര് പാവത്തമാര് പാവത്തമാര്. കാട്ടുപൂ പോലെ നല്ല വെളുത്ത മനസ്സേ കാട്ടുചോല വെള്ളം പോലെ തെളിഞ്ഞവരാണ്. മണ്ണു പോയി മാനം പോയി മനസ്സു പൊരിഞ്ഞേ വന്ന് കയറി നിന്നവര് പക തമ്പ്രാമാര് തമ്പ്രാമാര് തമ്പ്രാമാര്. കാട്ടുമക്കൾ പേര് മൂടിച്ചേ നാടു മൂടിച്ചേ കാട്ടുതേനെ കൊണ്ട് കൊതിച്ചൊരു കള്ളന്മാര്. മണ്ണു പോയി മാനം പോയി മനസ്സു പൊരിഞ്ഞേ വന്നു കയറി നിന്നവര് പക തമ്പ്രാമാര്. രഞ്ജുന് ഇത്ര ഫീൽ ആവാനുള്ള കാരണം വെച്ചാൽ അതിനകത്ത് പറയണത്, അതായത് കൂട്ടിന് ആരില്ലാത്ത സമയത്ത് കൂടെ കൂടിയിട്ട് ഇപ്പൊ ആ പേരും പറഞ്ഞു വന്ന് നിന്നവരൊക്കെ ഇപ്പൊ തമ്പ്രാക്കന്മാരായിരുന്നു. അതാണ് പറയുന്നത്. രഞ്ജു ഓരോ വേദികളിൽ പോകുമ്പോൾ ആൾക്കാർ റിക്വസ്റ്റ് പ്രകാരം രഞ്ജു ഫിഗർ ഷോയും ചെയ്തിട്ടുണ്ടല്ലേ? ഫിഗർ ഷോയിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വന്നപ്പോൾ ഫീൽഡിൽ വന്നപ്പോൾ സിംഗിങ്ങിലാണ് എൻ്റെ കോൺസെൻട്രേഷൻ ആയിട്ട്. ഇപ്പോഴും സിംഗിങ് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അന്നൊക്കെ ഡൂപ്പുകളിലെ ഒരു പ്രവാഹം, ഒരു തരംഗമായിരുന്നു. അതെ അതെ. ഈ പല പ്രമുഖ ചാനലിലെ അവാർഡ് നൈറ്റ് ഷോകൾക്കൊക്കെ ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ, ദിലീപേട്ടൻ്റെ, മണിച്ചേട്ടൻ്റെ ഒക്കെ ഒരുപാട് അതേപോലെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ദൈവമേ എനിക്കൊരു ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ. എന്താ വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ആണത്. ഒരു പുതിയൊരു മേഖലയിലേക്ക് കയറാൻ പോവാ. ഇത്ര നാളും പാട്ട് മാത്രമാക്കണ്ട, അപ്പൊ ഇതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വരുമാനവും. നമ്മുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളെല്ലാം ഉണ്ടാക്കണത്. അതെ. അപ്പൊ നമ്മുടെ ഒരു കഴിവ് പാട്ട് മാത്രമല്ല, ഇതും കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വിചാരിക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ അടക്കച്ചപ്പി മോന്ത പോലത്തെ ഒരു രൂപമായിരുന്നു എന്റെ ആയത്തായിരുന്നു. ചുള്ളിക്കമ്പായ രഞ്ജു എങ്ങനെ ഈ ഒരു സൈസ് ആയത്? നല്ല ഭക്ഷണം, ഫുഡടി, മനസ്സിന്റെ സന്തോഷം, ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന, എല്ലാവരും സപ്പോർട്ടിങ്. ഞാൻ കേട്ടൊരു കഥയുണ്ട്, മണിച്ചേട്ടന്റെ ഫിഗറായിട്ടാവാൻ മുടി വരെ മുട്ട അടിച്ചിട്ടുണ്ടല്ലേ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് വിഗ് വാങ്ങാൻ പൈസ ഇല്ല. ഓക്കെ. അപ്പോ ഈ ഫിഗർ അന്ന് അതൊരു ശ്രമമാണ്. മണിച്ചേട്ടൻ അന്ന് ഉണ്ട്, മണിച്ചേട്ടൻ ഉള്ളപ്പോൾ ഉള്ള സംഭവം അത്. ഓക്കെ. അന്ന് ബാച്ചലേഴ്സ് പാർട്ടിയോ അങ്ങനെ വേറെ എന്തൊരു പടത്തിന്റെ ഇത് കണ്ടിട്ടാണ്. പക്ഷെ അതിക്ക് മുമ്പേ തന്നെ ഈ ആകാശത്തിലെ പറവകൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ബ്രോ ആദ്യം വന്നപ്പോ തന്നെ എന്നോട് ചോദിച്ചല്ലോ, ഞാൻ അതന്നെ. അതിനകത്ത് മണിച്ചേട്ടന്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ട് അതിനകത്ത്. എന്തായാലും അതിന് രണ്ടുപേരും മൂളാം, എന്നിട്ട് അതിന്റെ കഥ പറയാം. അത് മതി. പരുത്തന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പറക്കമ്പാച്ചിലി നോതുക്കം കിട്ടോടി തങ്കമ്മേ. വരുത്തന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പറക്കമ്പാച്ചിലി നോതുക്കം കിട്ടോടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ഉടുമ്പുവാസുന്റെ പാട്ട് കേട്ടടി തങ്കമ്മേ നിന്നെ നടത്തം കണ്ട് ഞാൻ കിടുങ്ങി പോകടി തങ്കമ്മേ. ഉടുമ്പുവാസുന്റെ പാട്ട് കേട്ടടി തങ്കമ്മോ നിന്റെ നടത്തം കണ്ട് ഞാൻ കിടുങ്ങി പോകടി തങ്കമ്മേ. പട്ടിപ്പിടുത്താൻ കുട്ടികളല്ലടി തങ്കമ്മോ ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല്ല തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കളവനല്ലടി തങ്കമ്മേ ഇത് പഴണിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. അപ്പൊ ഈ പാട്ടിനകത്ത് തല മൊട്ടടിച്ചിട്ടുള്ളൊരു ഡാൻസും. അന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു 16-17-18 വയസ്സ് ഒക്കെ പ്രായം ഉണ്ടാവും. ഈ സിനിമ ഇറങ്ങുന്ന സമയമല്ല, അതിനെക്കാളൊക്കെ മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയത്. പക്ഷെ ഞാൻ അന്ന് എനിക്ക് ഈ ഫിഗറിന്റെ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളുണ്ടാവും രജനീകാന്തിന്റെ വിജയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോലെ അന്നത്തെ സമയത്ത് ട്രെൻഡ് ഉണ്ടല്ലോ, ഒന്നുമില്ല ഡ്രസ്സ് വരെ ഇട്ടൊരു കാലം. അന്ന് പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മുടി അങ്ങോട്ട് ഫുള്ള് പഠിച്ച് അന്ന് മീശയൊന്നും ഇല്ല എനിക്ക്. 1-2 പേര് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് മറ്റേ
പട്ടി കടിച്ചിട്ട് മണിച്ചേട്ടനൊരു സീനില്ലേ, ഒരു സിനിമ അതിലത്തെ ചെയ്യാൻ പറ്റൂട്ടാണ്. പിന്നെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് ഈ ഫിഗറിലേക്ക് വരുന്നത്. രഞ്ജു ഓരോ പെർഫോമിലും ജനങ്ങളെ കയ്യിലെടുക്കുന്നുണ്ട്. ടെൻഷനായിട്ട് വരുന്ന ജനങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ മനസ്സിൽ എപ്പോഴെങ്കിലും വിഷമം ഉണ്ടായിട്ട് വേദിയിൽ കയറി വിഷമം മറന്ന് പാടിയിട്ടുണ്ട് രഞ്ജു? പലർക്കും പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് വേദിയിലേക്ക് വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ സംസാരം തന്നെ ഇതിനകത്ത് കാണുന്ന ഒത്തിരി പേരുണ്ടാവും. അല്ല, പലരും വീട്ടിൽ പലിശയ്ക്ക് കാശ് കൊടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ദിവസം തള്ളി നീക്കാൻ പാടുപെടുന്ന കുടുംബങ്ങളുണ്ടാവും. ഇപ്പം ഈ നമ്മുടെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരു പാട്ട് കേട്ടു, അല്ലെങ്കിൽ കുറച്ചു നേരം നാടൻ പാട്ട് കേട്ടു, മണിച്ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു, ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി റിലാക്സേഷൻ കിട്ടുന്നൊരു കാര്യം. അപ്പോൾ ഇതിലൂടെ അങ്ങനെ ഒരു ഗുണം കിട്ടുന്നുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം. സത്യത്തിൽ നമ്മൾ നമുക്ക് വേണ്ടിയല്ല സന്തോഷിക്കണേ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സന്തോഷിക്കുന്നത്. അവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു 100% പാക്കേജ് എടുത്ത പോലെയാണ്. എന്നെ എന്തേൽപ്പിച്ചാലും ഞാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടി. രഞ്ജുവിനെ ഒരു വേദിയിലോട്ട് അഴിച്ചു വിട്ടാണ്ടല്ലോ, രഞ്ജു അടിച്ച് തീവ്രത്തെ വരത്തുള്ളൂ കേട്ടോ. രഞ്ജുവിന് 2 രീതി വേണം ചിന്തിക്കാം. ഞാൻ പോകുന്നു, പൈസ മേടിക്കുന്നു, വരുന്നു. പക്ഷെ അതിലെല്ലാം രഞ്ജുവിനെ വ്യത്യസ്തനാക്കിയത് 2 പാട്ടേ പാടിയുള്ളെങ്കിൽ അവിടെ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കും കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഞാൻ ഭജൻ ബ്രോയ്ക്ക് അറിയാലോ. ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ആരെ കുറിച്ച് പുകഴ്ത്തി പാടി കഴിഞ്ഞാൽ ആർക്കിപ്പോൾ ഇഷ്ടപ്പെടാത്തത്? ഇതാണ് നമ്മുടെ മണ്ണിയുടെ രഹസ്യം. നല്ല രീതിയിലുണ്ട്, അതാണ് പരിപാടി. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഇരിപ്പ് ഈ ഒരു രീതി ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഒരു 4 വരി ഞാൻ ഉണ്ടാക്കാം. നിമിഷ കവിയാണോ? നിമിഷ കവിയല്ല, പക്ഷെ എന്നാലും ഞാൻ സാറ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. ഒരു മാപ്പിളപ്പാട്ടിന്റെ ട്യൂണില് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഫ്രണ്ടായ അജിൻ ബ്രോ ഫോണിൽ വിളിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു വരാമോ ചേട്ടാ, ഫ്രീ എങ്കിൽ കാണാട്ടോ, ഒരു നല്ല കഥയും കാര്യങ്ങളും പറഞ്ഞിരിക്കാം, ഇത് കണ്ട് ചേട്ടന് പരിപാടി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാനപ്പോ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമില്ല അജിൻ ബ്രോ ഞാൻ വരാട്ടോ, ഉടനടി ഒരു മറുപടി തന്ന് ഹാപ്പി നീ ആയില്ലേടാ അജിനെ, നീ പോവാൻ നേരത്ത് കാശ് തരണേ. ആരും എന്തെങ്കിലും ആവട്ടെ, നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മണിയടിച്ച് പാട്ട് പാടാ. രഞ്ജു, ഇത് ചെറിയ മണിയടി അല്ല. ആ ഒരു വാക്കുകളും ആ ഒരു സ്പീഡും, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ സ്റ്റേജിൽ ഒരു കാര്യം പറയാം, പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ആ സമയത്ത് എല്ലാ സ്ഥലത്തും ഒരു ചട്ടം വരും. എപ്പോഴത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോലും ഒരു ചട്ടം വരും. അത് ഈ നാടൻ പാട്ട് കേട്ട് പറഞ്ഞതാ, അതാരും വിളിച്ചു പറഞ്ഞല്ല, തന്നെ വന്ന് അങ്ങനെയുള്ളവരാണ് ഈ പ്രോഗ്രാമിന്റെ മെയിൻ വിജയം. 2 സിനിമയിൽ അഭിനയിച്ചു. ഏതൊക്കെ? ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സിനിമ, അതിലൊരു എസ്ഐ വേഷം ചെയ്യാൻ പായം കിട്ടി. വേണുചേട്ടനാണ് അതിന്റെ നിർമ്മാതാവ്, ജീവസാറാണ് ഡയറക്ടർ. നല്ലൊരു വേഷമായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ എല്ലാം. പിന്നെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ DNA എന്ന് പറഞ്ഞത് അഷ്കർ സൗദാൻ. ഞങ്ങളിപ്പോ മണിച്ചേട്ടന്റെ പാട്ടുകൾ കേട്ടു, തമ്മിലുള്ള വ്യത്യാസവും ഞങ്ങൾ കേട്ടു, ഇപ്പം എന്തൊക്കെയാണെന്നുള്ളത്. രഞ്ജു എഴുതിയ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവോ? പിന്നെന്താ, എനിക്കത് പാടാൻ ഭാഗ്യം കിട്ടിയത് MG സാറിന് മുമ്പിലാണ്, MG ശ്രീകുമാറിന് മുന്നിൽ. അദ്ദേഹത്തിന് ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. ട്യൂണിങ്ങിനെ വിട്ടിട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ബ്ലസ്സിങ്ങും കിട്ടി അവിടെ നിന്ന്. അത് ഞാൻ വലിയ എഴുത്തുകാരനല്ല, ഉള്ളിൽ തോന്നിയ വരികൾ ആശയം വെച്ച് ചെയ്തിട്ട് താരാട്ട് പാട്ടാണ്. കൊഞ്ചിക്കളിക്കണ കുഞ്ഞാവേ നിനക്കെങ്കു കുറുക്കി തരാട്ടോ, പല്ലില്ല വായില് വെള്ളമൊലിപ്പിച്ച് പഞ്ചാര പുഞ്ചിരിയ കുറുമ്പൻ പഞ്ചാര പുഞ്ചിരിയ, ആരിരോ പാടിയുറക്കണ നേരത്ത് കുഞ്ചിക്കുഴഞ്ഞു നോക്കും കള്ളൻ കീരിപ്പല്ലൊന്ന് കാട്ടും, ആരിരാരോ ആരീരാരോ ആരീരാരീരാരീരാരോ,
ഉണ്ണി പൊട്ടിക്കരയുമ്പോ തൊട്ടിലാട്ടിട്ട് ആരീരാരോ, ഏട്ടൻ പാല് കൊടുക്കുമ്പോ ഉണ്ണിയുടെ ചുണ്ട് വീതുമ്പണ കണ്ടാലോ, കിളിപ്പാവ കൊടുക്കുമ്പോ ഉണ്ണിക്ക് കണ്ണില് തന്തോയം വന്നേ, തളയാകെ കുലുക്കി ചിരിക്കണ ചുണ്ടിലവന്റെ കുറുമ്പു കണ്ടേ, കുഞ്ചിക്കളിക്കണ കുഞ്ഞാവേ നിനക്കെങ്കു കുറുക്കി തരാട്ടോ, പല്ലില്ല വായില് വെള്ളമൊലിപ്പിച്ച് പഞ്ചാര പുഞ്ചിരിയ കുറുമ്പൻ പഞ്ചാര പുഞ്ചിരിയ. നല്ല ജീവനുള്ള വരികൾ കേട്ടോ. എന്തോ പറഞ്ഞു? സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറ് രണ്ട് മൂന്ന് തൊട്ട് പാടിപ്പിക്കുകയും ചെയ്തത്. ഇപ്പൊ അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഹോളി ഫാമിലി ഓഡിയോസ് ആൻഡ് വീഡിയോസ് എന്ന് പറഞ്ഞ ചാനല്. അതിന്റെ നിർമ്മാതാവ് തര്യൻ തോമസ് ആണ്. അദ്ദേഹം നിർമ്മിച്ച ഒത്തിരി എൻ്റെ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒത്തിരി പാട്ടുകൾ. ഷിൻസൻ പൂവത്തിങ്കൽ. ഇപ്പോൾ അജൻബൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചാലക്കുടി സുധീഷ് ഏട്ടൻ പാടിയ കുന്നോളം സങ്കടം നെഞ്ചിലൊളിപ്പിച്ചു നീച്ചി, മണിച്ചേട്ടന് വേണ്ടി എഴുതിയ പാട്ടാണ്. ആ പാട്ട് എഴുതി ഷിൻസൻ പൂവത്തിങ്കൽ ഒരു ആക്സിഡന്റിൽ വിട്ട് മരണപ്പെട്ടു. മരിച്ചുപോയി. വല്ലാത്തൊരു പോക്കായി പോയി ഷിൻസൻ ബായ്. ആക്സിഡന്റ് ആയിരുന്നല്ലേ? ഞങ്ങളുടെ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു പുതിയത്, ഒക്കെ പ്ലാനിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാവുക. പിന്നെ ഈ അടുത്ത് പറയാനുള്ള ചാലക്കുടി അജിയുടെ സ്റ്റുഡിയോയിലാണ് ഞാൻ എൻ്റെ എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും അവിടെ തന്നെയാണ്. മണിച്ചേട്ടൻ്റെ പാട്ടുകളും അവിടെ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. നമ്പർ ബാൽ പോലൊരു പെണ്ണ്, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഗാനങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചാലക്കുടിക്കാരനായ രഞ്ജി എന്നോട് വ്യക്തമായിട്ട് ചോദിക്കുന്നു, എന്താണ് മണിച്ചേട്ടൻ, ആരാണ് മണിച്ചേട്ടൻ? ചാലക്കുടിയിൽ മണിച്ചേട്ടൻ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു എയർലിങ്സ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തോമസ് ഏട്ടനാണ് എൻ്റെ ഓണർ. അദ്ദേഹത്തിൻ്റെ വീട് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇടയ്ക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ആളുകൾ ഒന്ന് തിരിക്കും. അപ്പോൾ അവിടെ വരിയായിട്ട് ആളുകൾ നിൽക്കുന്ന കാണാം. എന്നും ആളുകളുണ്ട്? എന്നും അങ്ങനെ കണ്ടിട്ടില്ല, ചില ദിവസങ്ങളിലൊക്കെ അവിടെ വരിയായി നിൽക്കുന്ന കാണാം. എന്നാലും മറ്റു നടന്മാരെക്കാൾ വീട്ടിൽ ഇങ്ങനെ കയറില്ല എന്നൊരു ഇതൊന്നുമില്ല. ഏത് സാധാരണക്കാരനും വരാം. പക്ഷെ ഗേറ്റിന് ഫ്രണ്ടില് അത്ര ആൾക്കാർ വരിയായിട്ട് മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന പോലെ, അതുപോലെ അത്ര ആൾക്കാർ പൈസ സഹായങ്ങൾക്കും ഒക്കെ ആയിട്ട്. മണിച്ചേട്ടൻ അവിടെ ഇറങ്ങി വന്നിട്ട് പോക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് പൈസ കൊടുക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത്രയും അതെന്തിനാ അവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പറ്റിച്ചു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ, വേറെ പറ്റിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ പൈസ പിടിക്കാൻ വരുന്ന ആൾക്കാരിൽ ചിലരും പൈക്കാ അവിടെ ബുദ്ധിമുട്ടാണ്, ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ മണിച്ചേട്ടൻ അത് വിശ്വസിച്ച് സഹായിക്കുകയും ചെയ്യും. ഈ പാടിക്ക് എന്താണ് കഥയുള്ളത്? ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മദ്യപിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ് പാടി. പക്ഷെ പാടിയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാടി 10 പേര് അറിഞ്ഞത് കലാമണിച്ചേട്ടൻ്റെ കൂടെ അല്ലേ? പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഷെഡിനെയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പാടി എന്ന് ഉദ്ദേശിക്കുന്നത്. മണിച്ചേട്ടൻ അതിന് പാടിന്ന് പേരിട്ടു. പക്ഷെ പാടിക്ക് ഉണ്ടാവണ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. പാടിക്ക് ഉണ്ടാവണേക്കാൾ മുമ്പ് മണിച്ചേട്ടൻ്റെ ഒരു ആശാനുണ്ട്. അവിടെ ഒരുമാതിരി സെലിബ്രിറ്റീസൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനും അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാറുള്ളത്. അപ്പം അവിടെ വന്നിട്ടുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അറിയുള്ളൂ. പാടിയിൽ അങ്ങനെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ തുറന്ന്, അവനാൻ്റെ പൈസയിൽ അവനാൻ സന്തോഷിച്ച് കുറച്ച് കൂട്ടുകാരന്മാരെ വിളിച്ച് അവിടെ പാടിയായാലും ഇപ്പം സ്വന്തം ഇപ്പം ഞാനായാലും എൻ്റെ ഒരു സ്ഥലം മേടിച്ചിട്ട് എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ വിളിച്ച് അവർക്ക് ട്രീറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ കൂടെ കുറച്ചായിരുന്നു പാട്ട് പാടുന്നു, തമാശ പറയുന്നു. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള കാര്യങ്ങളല്ലേ. അതിനിപ്പോൾ നമ്മൾ ആരെ ബോധിപ്പിക്കണം എന്തിനാ? ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. അതിനിപ്പം നാട്ടുകാർ പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് മുമ്പിലെല്ലാം കാണിച്ച് ജീവിക്കാൻ പറ്റും. നമ്മുടെ ഒരു സന്തോഷം ഉണ്ട്, നമ്മൾ സന്തോഷിക്കാനാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അല്ലേ? മാർച്ച് 5-ാം തീയതി മണിച്ചേട്ടൻ്റെ വിയോഗം സംഭവിക്കുന്നു. 6-ാം തീയതി സംസ്കരിക്കുന്നു. അതിനുശേഷം വന്നൊരു ആർട്ടിസ്റ്റേ അല്ല ഞാൻ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് താനും. അതാണ് മെയിൻ തെറ്റിദ്ധാരണ. അത് കമന്റ്സിന്റെ സെക്ഷൻ കണ്ട ഇവരൊക്കെ ഇത്ര നാൾ എവിടെയായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവനൊക്കെ പൊന്തി വന്നതെന്നൊക്കെ പറയുന്നത്. മണിച്ചേട്ടനാണ് എൻ്റെ ടെലിവിഷൻ പ്രോഗ്രാമിൽ എന്നെ ആദ്യമായിട്ട് ഒരു ചാനലിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് തന്നെ മണിച്ചേട്ടനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാർട്ടിങ് നല്ലതാണെങ്കിൽ നമുക്ക് ഇപ്പോഴും അതിന് ബ്രേക്ക് ഇല്ലാത്തൊരു ഓട്ടം കിട്ടും. എന്നെ പറ്റി വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. വന്ന വഴി മറക്കുന്നവനാണെന്ന് പറഞ്ഞ ഈ വന്ന വഴി മറക്കുന്നു എന്ന് പറയുന്നവർ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്ക് പറയാൻ പറ്റില്ല. വന്ന വഴി മറക്കാന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴിയിലുള്ള ആൾക്കാർ എനിക്കറിയാം ആരൊക്കെയാണെന്ന്. ഇന്ത്യൻ പീനൽ കോഡിൽ ഇവിടെ മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നത് എന്തോ വലിയ കുറ്റകൃത്യം എന്നുള്ള രീതിയിലാണ് ചില വിഭാഗത്തിലുള്ള ആൾക്കാർ കാണുന്നത്. അവനത് പാടരുത്, അവനത് പാടണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ മണിച്ചേട്ടൻ ജീവനോട് ഇരുന്നപ്പോൾ
മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്ന കാരണം, അല്ലെങ്കിൽ നാടൻ പാട്ട് പാടുന്ന കാരണം, നിനക്കൊന്നും വേറെ ഇല്ലടാന്ന് പറഞ്ഞ ആൾക്കാർ മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാട്ടൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ. 6 പേര് ഞാൻ പറയണ്ട. പിന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന വലിയൊരു സത്യമുണ്ട്. വിഗ് വെച്ചതുകൊണ്ടോ കുറി വരച്ചതുകൊണ്ടോ കയ്യിൽ വള ഇട്ടതുകൊണ്ടോ നമ്മൾ എങ്ങനെയൊക്കെ വേഷം കെട്ടി ആട്ടം ആടി പാട്ട് പാടിയാലും കലാപവും മണിച്ചേട്ടന് പകരം വെക്കാൻ ആർക്കും പറ്റില്ല. അത് വല്ലാത്തൊരു അവതാരമാണ്, ഒരു സംഭവമാണ്. അതിനി ഉണ്ടാവത്തുമില്ല. അത് മറ്റേ ഈ വർഷത്തിലൊരിക്കൽ സംഭവിക്കണ മറ്റേ ഈ ചില നക്ഷത്രങ്ങളുണ്ട്, അതുപോലെയാണ്. രഞ്ജു ഓരോ സംസാരത്തിലും ഓരോ പെർഫോമൻസിലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിലൊന്നും പറയാനില്ല. എനിക്ക് ഇതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ വോയിസിൽ ഒരു ഡയലോഗും കൂടെ കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ജിൻ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് നടേശൻ ഒന്ന്. ഓക്കെ, റെഡി. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മാത്രമേ ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുടെ നമ്മുടെ ഈ നാട്ടിലെ അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാമോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ട ഇതുവരെ എത്തിയത്. ഇപ്പം പറയാൻ കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സുണ്ട്. CI മോഹൻദാസിൻ്റെ മെക്കിട്ടേറാൻ വന്നോണ്ടാ അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷി എന്ന് പറയാൻ പോണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് നിന്നെയായിരിക്കും. നിൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. പോട്ടെ. ഗുണശേഖരൻ എന്ന് പറഞ്ഞാൽ നടേശനെ പോലെ അല്ല, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളൊരു വില്ലനാണ്. അപ്പോൾ അതിന് ഞാൻ ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ക്യാരക്ടറിന് ഒരു മന്ത്രിയുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി. ചുമ്മാ ഒരു ഡയലോഗ് പ്രസന്റേഷന് വേണ്ടി മാത്രം വയ്ക്കുന്നതാണ്. മിടുക്കൻ നീ രാമനും രാക്ഷസനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്ക്. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തൊട്ട് എൻ്റെ തലയുടെ ബുദ്ധി IPS ചരച്ച് നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. മാർക്കറ്റിൽ തേങ്ങാ മോഷിച്ച ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. ഇതൊക്കെ എൻ്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എൻ്റെ ഈശ്വരൻ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെ കൊല്ലും? നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. കാണണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? പോട്ടടാ കമ്മീഷണറെ. സെറ്റല്ലേ? രഞ്ജു ചാലക്കുടി മറ്റ് താരത്തെ മാറ്റി നിർത്തുന്നതെന്ന് വെച്ചാൽ ഒരു ആക്ടറാണ് കേട്ടോ. ശരിക്കും രഞ്ജു ഇന്ന് കാണുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശരിക്കും രഞ്ജു അഭിനയിച്ചിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സിനിമയിൽ, അതല്ലാതെ ഞാൻ എനിക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചും കൂടി മേക്ക് ഓവർ ചെയ്യാനുള്ള പരിപാടിയില്ല. കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മേക്ക് ഓവർ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ മുടിയിലും ഭാവത്തിലും രൂപത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഒക്കെ വരുത്തുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധ്യതയെ പറ്റി അറിയാൻ പറ്റുള്ളൂ. വരട്ടെ, വരുമ്പോൾ ഓഫ്കോഴ്സിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഉറപ്പായിട്ടും. രഞ്ജു അതോടൊപ്പം രഞ്ജുവിനെ വിറ്റ് ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ശരിയാണോ? അതിലെന്തെങ്കിലും പറയാനുണ്ടോ? മീൻസ് ക്യാപ്ഷൻസ്, അതാണ് അതിൻ്റെ ഒക്കെ അടിയാധാരം എന്ന് ഉദ്ദേശിച്ചത്. എന്തൊക്കെ ക്യാപ്ഷൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്? പിന്നെ എൻ്റെ പൊന്നോ, അതിൽ ഓർമ്മയുള്ളൊന്ന് പറ. അതെന്ന് വെച്ചാൽ ഇപ്പം മണിച്ചേട്ടനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു. രഞ്ജുവിലൂടെ ജീവിക്കുന്നു. അല്ലെങ്കിൽ രഞ്ജുവിലൂടെ മണിച്ചേട്ടൻ ജീവിക്കണം എന്നില്ല. മണിച്ചേട്ടൻ ജീവിക്കാനുള്ള മണിച്ചേട്ടൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, ഞാൻ ഒരു പാട്ട് പാടിയതുകൊണ്ടൊന്നും മണിച്ചേട്ടനെ ഓർക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതിന് കൂടുതൽ കാര്യങ്ങൾ മണിച്ചേട്ടൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടായിട്ടും സിനിമയായിട്ടും കാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും ഒക്കത്തിലും പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും പാട്ട് പാടിയ രഞ്ജുവിന് ചെറിയൊരു ടാസ്ക് ഞാൻ തരുക. മണിച്ചേട്ടനെ അറിയാം, മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് പാടുന്നത്, ഇഷ്ടപ്പെടുന്നുണ്ട്, മണിച്ചേട്ടൻ്റെ രൂപ സാദൃശ്യമുണ്ട്. ഇപ്പം ഒരു നിമിഷ കവി എന്ന നിലയിൽ മണിച്ചേട്ടനെ പറ്റി ഒരു 4 വരി സ്പോട്ടിലുണ്ടാക്കി പാടണം.
പച്ചപ്പുള്ളൊരു ചാലക്കുടിപ്പുഴ ചാഞ്ചാട്ടം കണ്ടോ, കാട്ടുവള്ളി പടർന്നു പിടിച്ചൊരു പാടിയെടുത്തുണ്ടേ, പാടി കാണാൻ ആളുകൂടി പാട്ടുപാടാൻ ഏട്ടനില്ല, ഓളം തല്ലി വഞ്ചി തുഴഞ്ഞ് പുഞ്ചിരിക്കാൻ ഏട്ടനില്ല, ഓർക്കുമ്പോൾ ഒരു വിങ്ങല എൻ്റെ നെഞ്ചിലൊരു പടപടപ്പാ, എൻ്റെ ചങ്കല ചങ്കിടിപ്പാ, മണ്ണിച്ചേട്ടൻ ഒരു കരമാ. പച്ചപ്പുള്ളൊരു ചാലക്കുടിപ്പുഴ ചാഞ്ചാട്ടം കണ്ടോ, കാട്ടുവള്ളി പടർന്നു പിടിച്ചൊരു പാടിയെടുത്തുണ്ടേ, പാടി കാണാൻ ആളുകൂടി പാട്ടുപാടാൻ ഏട്ടനില്ല, ഓളം തല്ലി വഞ്ചി തുഴഞ്ഞ് പുഞ്ചിരിക്കാൻ ഏട്ടനില്ല, ഓർക്കുമ്പോൾ ഒരു വിങ്ങല എൻ്റെ നെഞ്ചിലൊരു പടപടപ്പാ, എൻ്റെ ചങ്കല ചങ്കിടിപ്പാ, മണ്ണിച്ചേട്ടൻ ഒരു കരമാ. ഓ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ, നീ ഇവിടെ നിന്ന് നിൽക്കേണ്ടവനല്ലേ, കേറി പോണം. ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഉള്ളത്? ഒരുപാട്. ഞാൻ മ്യൂസീഷ്യൻ, കമ്പോസിങ്, ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലുണ്ട്, ഒരു ഫുൾ പാക്കേജാ. ഫുൾ പാക്കേജ് ഉണ്ട്. രഞ്ജു ഒരു സമയം വരെ ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിലും ഫിഗർ ചെയ്യുന്നവരാണെങ്കിലും മണിച്ചേട്ടൻ്റെ ഒരു കോസ്റ്റ്യൂം ഒരു രീതി ഉണ്ടല്ലേ. അപ്പം രഞ്ജു ആണോ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അതിനൊരു ക്ലാരിറ്റി ഇവിടെ വരുത്തണം. ഈ കറുത്ത കൈലിയും ആ ഒരു കുറിയും, കറുത്തല്ല കാവി കൈലി, കാവി കൈലിയാ, അതെന്താ സംഭവം എന്നറിയോ? ഓരോ കാലഘട്ടത്തിലും മണിച്ചേട്ടനിൽ വന്ന വ്യത്യാസങ്ങളുണ്ട്. ഉണ്ട്, അത് കോസ്റ്റ്യൂമിലാണെങ്കിലും അതെ, രൂപത്തിലാണെങ്കിലും സദൃശ്യത്തിലാണല്ലോ. അപ്പം ഞാനൊക്കെ ഫീൽഡിൽ വരുന്ന സമയത്ത് മണിച്ചേട്ടൻ ഇരുന്നായിരുന്നത് ഒരു നല്ല അടിപൊളി, നല്ല തടിച്ച് നല്ല സൈസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. പിന്നെ അപ്പോൾ ആ സമയത്തുള്ള ആളുടെ അദ്ദേഹത്തിൻ്റെ രൂപം മിക്ക ആർട്ടിസ്റ്റുകൾക്കും അത് ഫിഗർ ചെയ്യുന്നവരുണ്ടായിരുന്നു. ഓക്കെ. അന്നാളിലൊക്കെ ജീൻസ് പാൻറ്, വെള്ള ഷൂവ്, ഒരു റെഡ് കളർ ഷർട്ട്, ഒരു ഇടിവള, കഴുത്തില് മറ്റേ ചങ്ങല, ഒരു കുറി, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഞാൻ കണ്ടേക്കണത്. ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത്, മണിച്ചേട്ടൻ ജീവിച്ചിരുന്നായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്തിട്ടുള്ളത് ഒരു പരിധി വരെയും ഞാൻ ഫിഗറിലല്ല, നോർമലായിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഞാൻ കുറച്ച് ഫിസിക്കലി ഞാൻ കുറച്ച് വണ്ണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ്റെ 1-2 ഫിഗറുകൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി, ചെയ്യുന്ന ആൾക്കാരെ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ കൂടുതലും ഇങ്ങനത്തെ വേഷങ്ങളാണ് ഇട്ടിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ കാലത്തിൽ വിയോഗം വന്ന് സംഭവിച്ചിട്ട് മണിച്ചേട്ടൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ഇതെങ്ങനെ ചെയ്യും. അതായത് മരണത്തിന് ശേഷം ഷോ ഉണ്ടായിരുന്നു രഞ്ജു? ഷോ ബുക്ക്ഡ് ആയിട്ട് ഓൾറെഡി മുമ്പേ തന്നെ നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഡേറ്റിൽ മണിച്ചേട്ടൻ മരണ ശേഷം മാർച്ച് 6-നോ 5-നോ ശേഷം വന്ന ഷോകൾക്ക് എങ്ങനെ ഈ വേഷം ഇട്ട് ചെയ്യും, ഏത് ഈ ജീൻസ് പാൻറ്റും ഷൂവും ഇട്ട് ചെയ്യുമ്പോൾ ആർഭാടായി പോവുമല്ലോ ഒരു ധാരണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഭയങ്കര സ്റ്റൈലിഷ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു വഴിയാണ് ഈ കായും മുണ്ടും കറുത്ത ഷർട്ടും. അത് ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചത് കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലാണ്. എന്നെ അങ്ങോട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വഴി എന്നെ അങ്ങോട്ട് വിളിച്ചു, മണിച്ചേട്ടൻ്റെ ഫിഗറിൽ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അവർ നിർബന്ധിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഫിഗർ വേണ്ട, അത് ഒഴിവാക്കാം, നമുക്ക് പാട്ട് ഞാൻ പാടാൻ കുഴപ്പമില്ല, കാരണം മരിച്ചിട്ട് അധികം ആയിട്ടില്ല. അപ്പം നമ്മളിതിങ്ങനെ വന്ന് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്നുള്ള എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇവരൊക്കെ നിർബന്ധപ്രകാരം ഞാൻ അതങ്ങനെ ചെയ്യേണ്ട വന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കാര്യം കൊണ്ട് കറുത്തച്ചേട്ടൻ എൻ്റെ ഉണ്ട്, എൻ്റെ അമ്മ പറഞ്ഞു തന്ന വേഷമാണ് അത്. ടെൻഷൻ അടിച്ചും വയർത്തപ്പോൾ ഞാൻ അവിടെ ഒരു ഓം എഴുതിയിട്ട് ഒരു തോർത്ത് കൊണ്ട് എടുക്കണ്ടായിരുന്നു, മഞ്ഞ കടലിൽ. അതെടുത്ത് കൈമ ചുറ്റി കൈമ എന്തെങ്കിലും ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലൊരു പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ കൂടെ പിടിച്ചു. വയർത്തപ്പോൾ ഇത് കൂടെ കഴിഞ്ഞ് സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കഴുത്തിലായി, പിന്നെ എൻ്റെ കുറച്ച് ഓളായത്. ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് നോക്കിപ്പിട്ടാ പിന്നെ ഈ പാന്റും ജീൻസും പിന്നെ പാന്റും ജീൻസും ഒന്നും ഇല്ല. അതുവരെ ചെയ്ത ആർട്ടിസ്റ്റുകളെല്ലാവരും തന്നെ ഈ ഒരു കോസ്റ്റ്യൂമായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺഫർമേഷൻ ഒന്നുകൂടി തരാം. മണിച്ചേട്ടൻ സ്റ്റേജിൽ സ്റ്റൈലിഷായി ഷോ ചെയ്തിട്ടുള്ളൂ. സ്റ്റേജിൽ ഇതുപോലെ ഈ ഇപ്പൊ ഞാൻ ആ പറയണ അങ്ങനത്തെ കോസ്റ്റ്യൂമിൽ ഷോ ചെയ്തിട്ടില്ല. ആ കോസ്റ്റ്യൂം ഇമാജിൻ ചെയ്തത് ഞാനാ. അങ്ങനെ ഒരു കോസ്റ്റ്യൂമിനെ ട്രെൻഡായി കൊണ്ടുവരുന്നത് രഞ്ജു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവികം ഉണ്ട്. മണിച്ചേട്ടന്റെ മരണം ശരിക്കും ശിവരാത്രിയിൽ അന്നായിരുന്നു. അപ്പൊ ഒരു ദൈവികമായിട്ടുള്ളൊരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു അതിന്. മണിച്ചേട്ടന്റെ ആ ഒരു എന്താ പറയാ ഒരു ചൈതന്യം, ഒരു ദൈവികത ഉള്ള പോലെയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പം നമുക്ക് ഈ അടിപൊളി വേഷത്തിൽ നിന്ന് പാടാൻ പറ്റില്ല. അപ്പം ഇനി മുന്നോട്ടുള്ള യാത്രയിലും രഞ്ജു ചാലക്കുടി ഇനിയും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞവരെല്ലാം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ, ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.